മലയാള സിനിമയിലെ വാഹനപ്രേമികളുടെ സുൽത്താൻ ദുൽഖർ സൽമാന്റെ ചിത്രങ്ങളിൽ തിളങ്ങിയ ആഡംബര കാറുകൾക്കും ഇപ്പോൾ കസ്റ്റംസിന്റെ കണ്ണേറ്. ഭൂട്ടാൻ നേപ്പാൾ അതിർത്തികൾ വഴി ഇന്ത്യയിലേക്ക് നിയമവിരുദ്ധമായി കടത്തിയ വിദേശ കാറുകളെ കണ്ടെത്താൻ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം നടത്തുന്ന ഓപ്പറേഷൻ നംകോൾ എന്ന മിന്നൽ പരിശോധനയിൽ സിനിമാ ബന്ധമുള്ള വാഹനങ്ങളും കുടുങ്ങുകയാണ്. ഏറ്റവും ഒടുവിലായി ദുൽഖർ സൽമാൻ നായകനായ ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിൽ ഉപയോഗിച്ച നിസാൻ പെട്രോൾ എന്ന ആഡംബര SUV കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. കൊച്ചി കളമശ്ശേരിയിലെ സിഗ്നേച്ചർ കാർസ് ഉടമ എൽദോപോളിന്റെ പക്കൽ നിന്നാണ് ഈ വാഹനം പിടിച്ചെടുത്തത്. ഭൂട്ടാൻ വഴി നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് കടത്തിയതാണ് ഈ വാഹനമെന്ന സംശയത്തിലാണ് കസ്റ്റംസിന്റെ നടപടി. മമ്മൂട്ടിയെയും ദുൽഖറിന്റെയും വാഹനക്കമ്പം പ്രശസ്തമാണെന്നിരിക്കെ സിനിമാ ലൊക്കേഷനുകളിൽ എത്തുന്ന ആഡംബര വാഹനങ്ങൾ ഇത്തരത്തിൽ കള്ളക്കടത്ത് സംഘങ്ങളുടേതാണോ എന്ന ഗൗരവകരമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. സിനിമാ താരം ദുൽഖർ സൽമാന്റെ കാർമോഹങ്ങൾക്കും വാഹനശേഖരത്തിനും ഇപ്പോൾ കസ്റ്റംസിന്റെ കനത്ത നിരീക്ഷണം നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ. നേരത്തെയും ചില ആഡംബര വാഹനങ്ങൾ കസ്റ്റംസ് നിരീക്ഷണത്തിലായിരുന്നു. ലക്കി ഭാസ്കറിലെ കാർ കൂടി പോയതോടെ സിനിമയിൽ ഉപയോഗിക്കുന്ന ഇത്തരം വാഹനങ്ങളുടെ രേഖകൾ പരിശോധിക്കാൻ കസ്റ്റംസ് തീരുമാനിച്ചിട്ടുണ്ട്. കള്ളക്കടത്ത് സംഘങ്ങൾ വലിയ ലാഭം ലക്ഷ്യമിട്ട് സിനിമാ മേഖലയിലെ ഇത്തരം വിപണികളെ ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ കള്ളക്കടത്ത് ശൃംഖലയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് കസ്റ്റംസിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ. ഭൂട്ടാനിൽ നിന്ന് കടത്തുന്ന വാഹനങ്ങൾ വ്യാജരേഖകൾ ചമച്ച് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായി അസമിലെ ഉന്നത ഉദ്യോഗസ്ഥർ വരെ കൂട്ടുനിന്നു എന്നതാണ് ഞെട്ടിക്കുന്നത്. ബൊംബൈഗോണിലെ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ദീപക് പട്ടോവാരി ഉൾപ്പെടെയുള്ള 5 പേരെ കൊച്ചി കസ്റ്റംസ് സംഘം ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ആദ്യ രജിസ്ട്രേഷൻ നടത്തിയെന്ന വ്യാജേന 464 വാഹനങ്ങളാണ് ഇത്തരത്തിൽ ഇന്ത്യയിലുടനീളം വിറ്റഴിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ വലിയ മാഫിയയുടെ കേരളത്തിലെ പ്രധാന കണ്ണി കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റോഡ്വേ കാർസ് ആണെന്നാണ് കസ്റ്റംസ് വ്യക്തമാക്കുന്നത്. ഇതിന്റെ പങ്കാളി സൈൻ മാർവയെ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. ഭൂട്ടാനിൽ നിന്ന് കടത്തിയ 1.5 കോടി രൂപ വിലമതിക്കുന്ന 7 SUVകൾ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. വിദേശത്ത് നിന്ന് കടത്തുന്ന വാഹനങ്ങൾ കേരളത്തിലെ സമ്പന്നർക്കും സിനിമാക്കാർക്കും എത്തിച്ചു നൽകുന്നതിൽ ഇയാൾക്ക് നിർണായക പങ്കുണ്ടെന്നാണ് വിവരം. വിശ്വജിത് ദാസ് എന്ന കിങ് പിനാണ് ഈ സ്മഗ്ലിംഗ് ഓപ്പറേഷന്റെ സൂത്രധാരൻ. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏജന്റുമാർ വഴി ഭൂട്ടാനിലെ കാറുകൾ കേരളത്തിൽ എത്തിക്കുകയാണ് ഇവരുടെ രീതി. ഇത്തരത്തിലെത്തുന്ന വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി സിനിമാ ഷൂട്ടിങ്ങുകൾക്കും മറ്റും വാടകയ്ക്ക് നൽകുന്ന വലിയൊരു ശൃംഖല തന്നെ കേരളത്തിലുണ്ട്. ലക്കി ഭാസ്കർ ചിത്രത്തിലെ നിസാൻ പെട്രോൾ ഇത്തരത്തിൽ നിയമവിരുദ്ധമായി എത്തിയതാണോ എന്നാണ് ഇപ്പോൾ കസ്റ്റംസ് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. ദുൽഖർ സൽമാനെ പോലുള്ള താരങ്ങൾ വാഹനങ്ങളുടെ വലിയ ആരാധകരായതിനാൽ അവർക്ക് വേണ്ടി കൊണ്ടുവരുന്നതോ അവർ ഉപയോഗിക്കുന്നതോ ആയ കാറുകൾ സ്കാനറിലാണ്. മുൻപ് പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ വിവാദങ്ങളിൽ സിനിമാ താരങ്ങൾ കുടുങ്ങിയതിന് സമാനമായ ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന സംശയം ബലപ്പെടുകയാണ്. നിയമവിരുദ്ധമായി അതിർത്തി കടത്തിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് വലിയ നിയമക്കുരുക്കുകൾക്ക് വഴിതെളിക്കും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വരും ദിവസങ്ങളിൽ കൂടുതൽ ആഡംബര കാറുകൾ കസ്റ്റംസ് പിടിച്ചെടുക്കുമെന്നാണ് സൂചന. ഓപ്പറേഷൻ നംകോർ സിനിമാ ലൊക്കേഷനുകളിലേക്കും പ്രമുഖരുടെ ഗ്യാരേജുകളിലേക്കും വ്യാപിക്കുകയാണ്. നികുതി വെട്ടിച്ചും വ്യാജരേഖകൾ ഉണ്ടാക്കിയും വിദേശ കാറുകൾ സ്വന്തമാക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് കസ്റ്റംസ് കമ്മീഷണറേറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. അസം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾക്ക് പിന്നാലെ കൊച്ചി കസ്റ്റംസ് കൂടി സജീവമായതോടെ വാഹനക്കടത്ത് സംഘം അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. സിനിമാ താരങ്ങളുടെ വാഹനക്കമ്പം ചൂഷണം ചെയ്ത് ഇത്തരം വാഹനങ്ങൾ വിറ്റഴിച്ച ഏജന്റുമാരെ കണ്ടെത്താൻ സിഗ്നേച്ചർ കാർസ് ഉടമയെ അടക്കം കസ്റ്റംസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ദുൽഖറിന്റെ സിനിമയിലെ കാർ കൂടി കസ്റ്റംസ് കൊണ്ടുപോയതോടെ താരത്തിന്റെ വാഹനശേഖരണത്തിന് മേൽ കസ്റ്റംസ് കണ്ണുവെച്ചിട്ടുണ്ടോ എന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും സജീവമാണ്. നിയമപരമായ രേഖകളില്ലാത്ത ഏത് ആഡംബര വാഹനവും കസ്റ്റംസ് പിടിച്ചെടുക്കുമെന്ന മുന്നറിയിപ്പാണിത് നൽകുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വമ്പന്മാർ ഈ കേസിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്.